ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന ക്യാമറയുടെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണ്. തൊടുപുഴ ഇടവട്ടി ഭാഗത്തുള്ള ആക്രിക്കടയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ക്യാമറ കിട്ടിയത്. അപ്പോൾ ഈ ഒരു ക്യാമറയ്ക്ക് എനിക്ക് ഇവിടെ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഈ ഒരു ക്യാമറ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് തന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാമറ തിരിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്യാമറ DSLR അല്ല, DSLRൻ്റെ താഴ്ന്ന മോഡലാണ്. ഫ്യൂജി ഫിലിമിൻ്റെ പോയിൻറ്റ് ഷൂട്ടർ ആ ഒരു മോഡലിൽപ്പെട്ട ക്യാമറയാണ്. ഇതിൻ്റെ ലെൻസ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല. ലെൻസ് ഇത് തന്നെ ഫിക്സ്ഡ് ആയിട്ട് വന്നേക്കുവാണ്. ക്യാമറയുടെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ്. ലെൻസിലൊക്കെ ഫംഗസ് കയറിയിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു സോക്കറ്റുകളെല്ലാം ഫംഗസ് പോലെയൊക്കെ ഉണ്ട്. അതുപോലെ ഡിസ്പ്ലേയുടെ സൈഡുകളുടെ എല്ലാം ഫംഗസ് കയറി ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ ഒരു ക്യാമറയോട് കിട്ടിയേക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ പൊടിയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഇത് മാറ്റി വെച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കണം ഈ ഒരു അവസ്ഥയെല്ലാം കാരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഈ ഒരു ക്യാമറയ്ക്ക് വീണ്ടും പുതുജീവൻ നൽകാനുള്ള ശ്രമം നടത്താൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ബാറ്ററി ഇട്ട് ഓൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അതുപോലെ ഈ ഒരു ക്യാമറയിൽ 4GB ഒരു മെമ്മറി കാർഡും ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത് 4 AA ബാറ്ററിയാണ്. അപ്പോൾ ക്യാമറയിൽ 4 ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി ഇട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് പ്രത്യേകിച്ച് യാതൊരു അനക്കവുമില്ല ഈ ഒരു ക്യാമറയ്ക്ക്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ക്യാമറ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി ഇതിൻ്റെ ഫംഗസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ ബോർഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് ഒന്ന് വീണ്ടും ഒന്ന് സെറ്റാക്കി നോക്കാം. അതുപോലെ ഇങ്ങനെയുള്ള ക്യാമറയൊക്കെ നമുക്ക് ആക്രിക്കടയിൽ നിന്നൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഇത് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കുന്നത് വളരെ നഷ്ടമായിരിക്കും. കാരണം ഇങ്ങനെയുള്ള ക്യാമറയൊക്കെ കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്നാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലെൻസിലൊക്കെ ഫംഗസ് കയറും. അപ്പോൾ അങ്ങനെ ഫംഗസൊക്കെ കയറി ക്യാമറ ഇങ്ങനെയുള്ള ക്യാമറയൊക്കെ സർവീസ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ സ്പെയറും കിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള ക്യാമറയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് അടിച്ചത് റിപ്പയർ ചെയ്ത് സെറ്റപ്പ് ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ മിച്ചം വരും. ഏറ്റവും കൂടുതൽ ടാസ്ക് ലെൻസ് അഴിച്ച് ക്ലീൻ ചെയ്യലാണ്. അതുപോലെ ഇങ്ങനെയുള്ള ക്യാമറ DSLR ക്യാമറയൊക്കെ അഴിക്കുമ്പം ഇതിൻ്റെയൊക്കെ പല ഭാഗത്തും പല സ്ട്രിപ്പുകൾ കാണും. അതുപോലെ ഇങ്ങനെയുള്ള ഫ്രണ്ട് പാനലിലേക്കും ചിലപ്പം ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് അല്ലെങ്കിൽ കീയുടെ ഒക്കെ സ്ട്രിപ്പുകൾ വരും. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെയുള്ളതൊന്നും വലിച്ചു പൊക്കി എടുക്കരുത്. പതിയെ എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ പതിയെ തിക്കി എടുത്തിട്ട് മാത്രമേ പൊക്കാവുള്ളൂ. ഇതിൻ്റെയൊക്കെ സ്ട്രിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഇതേ മോഡൽ തന്നെ ക്യാമറയുടെ സ്പെയർ എടുക്കാനേ വഴിയുള്ളൂ. പുതിയതൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ പീസായിട്ടെല്ലാം പൊക്കി എടുത്ത് നമുക്കിതെല്ലാം ക്ലീൻ ആക്കി എടുക്കണം. എല്ലാത്തിലും ഫംഗസ് പോലെയൊക്കെ ഉണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ക്യാമറയൊക്കെ അടിക്കുമ്പം ഇതിൻ്റെ ഏത് സൈഡിൽ നിന്ന് സ്ട്രിപ്പ് വരുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ആദ്യം ഈ ഒരു ഡിസ്പ്ലേ പൊക്കിയെടുക്കുക, ഇത് ക്ലീൻ ആക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അഴിച്ചെടുത്തിലാണ് നമുക്ക് മദർ ബോർഡ് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മദർ ബോർഡ് പൊക്കിയെടുത്തിലാണ് നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് ക്യാമറയുടെ മെയിൻ മദർ ബോർഡ്. അപ്പോൾ ഈ ഒരു മെയിൻ ബോർഡിലേക്ക് 5 സ്ട്രിപ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൈക്കിൻ്റെയും സ്പീക്കറിൻ്റെയൊക്കെ ആയിട്ടുള്ള കണക്ഷനുണ്ട്. അപ്പോൾ സ്പീക്കറിൻ്റെയും മൈക്കിൻ്റെയൊക്കെ വയർ സോൾഡർ ചെയ്തേക്കുവാണ്. അപ്പോൾ അതെല്ലാം ഡീസോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ബോർഡ് പൊക്കിയെടുക്കാൻ. ആദ്യമേ സ്ട്രിപ്പിൻ്റെ ലോക്കാണ് എല്ലാം റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബോർഡിൽ നിന്ന് സ്ട്രിപ്പെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാമറയുടെ ടോപ്പ് ഭാഗം കൂടെ അഴിച്ചെടുക്കണം. അതുപോലെ ഇങ്ങനെയുള്ള ക്യാമറ അടിക്കുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഫ്ലാഷുള്ള ടൈപ്പ് ഏത് ക്യാമറ അടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മൊബൈൽ ഫോണിനൊക്കെ ഉള്ള ടൈപ്പ് LED ഫ്ലാഷിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ക്യാമറകളിലൊക്കെ വരുന്ന ടൈപ്പ് ഫ്ലാഷിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഇതിലേറ്റവും അപകടം പിടിച്ചാണ് ഈ ഒരു കപ്പാസിറ്റർ. ഇതിപ്പോൾ കുറേ നാളായിട്ട് വർക്ക് ആകാത്ത ക്യാമറയായിട്ട് കുഴപ്പമില്ല. വർക്ക് ചെയ്യുന്ന ക്യാമറയൊക്കെയാണ് നമ്മളിങ്ങനെ റിപ്പയർ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി അടിക്കുന്നതെങ്കിൽ ഫ്ലാഷുള്ള ക്യാമറകളിലെല്ലാം ഇതുപോലത്തെ ഒരു കപ്പാസിറ്റർ ഉണ്ടാകും. ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ആയിരിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന ഷോക്കിനൊരു മയം ഉണ്ടായിരിക്കില്ല. 330 വോൾട്ടാണ് ഈ ഒരു കപ്പാസിറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമറയ്ക്ക് ആരെങ്കിലുമൊക്കെ അഴിക്കുവാണെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ മാത്രം സൂക്ഷിക്കുക. ഇനി അടുത്തായിട്ട് ഈ ഒരു ബോർഡിൽ നമുക്ക് മൈക്കിൻ്റെയും സ്പീക്കറിൻ്റെയും ബാറ്ററിയുടെയൊക്കെ വയർ റിമൂവ് ചെയ്യണം. ഇതൊക്കെ സോൾവ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ ചില ക്യാമറകളുടെയൊക്കെ ബാറ്ററി ഇടുന്ന കേസ് കംപ്ലൈൻ്റ് ആയി പോകാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഒടിഞ്ഞു പോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഈ ഒരു ബോർഡ് ഡെഡായ അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബോർഡ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി എടുത്തെങ്കിലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബോർഡിൽ സോൾഡ് ചെയ്തേക്കുന്ന വയറെല്ലാം ഡീസോൾഡ് ചെയ്തെടുക്കാൻ പോവാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ക്യാമറയുടെ ബോർഡ് മാത്രം അടിച്ചെടുത്താൽ പോരാ, ഇതിൻ്റെ സെൻസറും അതുപോലെ ലെൻസൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. കുറേ നാളായിട്ട് ഇങ്ങനെ സൈഡായിട്ട് തന്നെ ക്യാമറ ആയതുകൊണ്ട് അപ്പോൾ അതിലൊക്കെ ഫംഗസ് കയറാൻ വഴിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അടിച്ച് ക്ലീൻ ആക്കാം. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ സെൻസർ ഈ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു സെൻസറിലും എന്തൊക്കെയോ പൊടി പോലെയൊക്കെ പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കി സെറ്റാക്കി എടുക്കണം. അതുപോലെ ഈ ഒരു ക്യാമറയുടെ സെൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ടൈപ്പാണ്. ഈ ഒരു സെൻസർ മൂവ് ചെയ്യുന്നത് മോട്ടറൊന്നും ഉപയോഗിച്ചല്ല, ഇലക്ട്രോ മാഗ്നറ്റ് ആ ഒരു സെറ്റപ്പ് വഴിയാണ്. ഓട്ടോ ഫോക്കസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു സെറ്റപ്പിൽ വഴിയാണ്. നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ലെൻസിൻ്റെ ഫ്രണ്ട് എലമെൻറ്റിലാണ് ഫംഗസ് പോലെയൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ആക്കാം. അതുപോലെ ഈ ഒരു ക്യാമറയുടെ നല്ല സൂമിംഗ് ഉള്ള ലെൻസാണ്. ഇതിൽ സൂമിങ്ങിൻ്റെ മോട്ടറാണ് ഈ കാണുന്നത്. ലെൻസിൻ്റെ ഉള്ളിൽ പൊടി പോലെ എന്തൊക്കെയോ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറ വർക്കായില്ലെങ്കിലും നമുക്കതൊക്കെ ഒന്ന് ആദ്യമേ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ലെൻസ് ക്ലീൻ ആക്കി എടുക്കാം. അതുപോലെ ഞാനിവിടെ ഈ ഒരു ക്യാമറയുടെ സെൻസർ ക്ലീൻ ചെയ്യുന്നതിൻ്റെയും അതുപോലെ ഈ ലെൻസ് ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എല്ലാം മിസ്സായിപ്പോയി. ആ ഒരു വീഡിയോ ഞാൻ വേറെ ക്യാമറയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ആ വീഡിയോ എല്ലാം ഞാൻ ഫോണിലേക്ക് കോപ്പി ചെയ്യുന്നതിനിടയിൽ എൻ്റെ കൈ തട്ടി മെമ്മറി കാർഡ് എററായി പോയതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്യാമറയുടെ ബോർഡിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഗ്രൗണ്ടും പോസിറ്റീവും തമ്മിൽ ചെക്ക് ചെയ്യുമ്പോൾ റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. എന്തായാലും നിലവിൽ ഷോർട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ സമാധാനം.
ഗ്രൗണ്ടും പോസിറ്റീവും തമ്മിൽ ചെക്ക് ചെയ്യുമ്പം ഷോർട്ടായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ മൊത്തത്തിൽ പണി കിട്ടിയാനേ. അപ്പോൾ ഇങ്ങനെ വരാനുള്ള വഴി മിക്കവാറും ഇതിൻ്റെ CPU, അതായത് മെയിൻ IC, ഇത് ഡ്രൈ സോൾഡർ ആകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ ഒരു IC നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്താൽ മതി ബ്ലോവർ ഉപയോഗിച്ച്. ചിലതൊക്കെ ഓക്കെ ആയി കിട്ടാറുണ്ട്. ഇനി അങ്ങനെ ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു IC പൊക്കിയെടുത്ത് റീബോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു IC ഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ICയുടെ മുകളിലായിട്ട് സോൾഡിംഗ് ഫ്ലെക്സ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു IC രണ്ടും ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എയറിൻ്റെ അളവ് കൂടാതെ നോക്കണം. അതുപോലെ ഹീറ്റ് മറ്റുള്ള കമ്പോണൻസിലേക്ക് അടിക്കാതെ നോക്കണം. എയറിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള കമ്പോണൻസും അതുപോലെ ഈ ICയും തെന്നി നീങ്ങാനൊക്കെ വഴിയുണ്ട്. ഡെഡായ മൊബൈൽ ഫോണൊക്കെ നമ്മൾ റിപ്പയറിന് കൊടുത്താൽ അവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു ബോർഡിലെ IC ഒക്കെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റീഡിങ് നോക്കിയ സമയത്ത് റീഡിങ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇത് തന്നെ സമാധാനം. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്ററി എല്ലാം കണക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ ബോർഡ് ഓണായി വരുമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമേ ഈ ഒരു ക്യാമറയിൽ നിന്ന് വിടിയിച്ച വയറുകളും അതുപോലെ സ്ട്രിപ്പുകളെല്ലാം വീണ്ടും കണക്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ ഈ ഒരു ക്യാമറയുടെ ബോഡിയിലെല്ലാം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കെല്ലാം പഴയതുപോലെ തന്നെ റീഫിറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു ക്യാമറയുടെ ഡിസ്പ്ലേയിൽ നല്ല രീതിയിൽ ഫംഗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ബാറ്ററി ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫുള്ളായിട്ട് ഈ ഒരു ക്യാമറ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിലെ കവർ നമ്മളിപ്പോൾ ഇടുന്നില്ല. ഈ ഒരു ക്യാമറ ഓൺ ആവുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് അതിടുന്നുള്ളൂ. അപ്പോൾ നിലവിലിവിടെ ക്യാമറ ഓണായി വന്നിട്ടുണ്ട്, ലെൻസും ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓണാവുമെന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നതിനാൽ ഞാൻ ഇവിടെ മെമ്മറി കാർഡ് ഇട്ടില്ല. ക്യാമറയിൽ ബട്ടൺ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുകയാണ്. അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ക്യാമറ ഓണായി വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ടിലെ കവറും കൂടി ഇടാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ്സിൽ നല്ല രീതിയിൽ ഫംഗസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു ചുറ്റിനും കോണറിൽ കൂടി. അപ്പോൾ ഇത് നമുക്ക് നല്ല ഇതൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാമറയുടെ എല്ലാം പരിപാടിയും കഴിയുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ കുറച്ച് ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു ക്വാളിറ്റി വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ച കാര്യം നടന്നു. ഈ ഒരു ക്യാമറ വീണ്ടും ഓണാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ കാര്യം. അങ്ങനെ നമ്മൾ ഈ ഒരു ക്യാമറ വീണ്ടും ഓണാക്കി വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ആകുമ്പോൾ പലരും അത് നന്നാക്കാൻ ശ്രമിക്കാതെ ആക്രി കടയിലേക്ക് കൊടുത്ത് ഇങ്ങനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് സർവീസ് ചെയ്ത് അത്രയും കൂടി പൈസ കളയണ്ടെന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ സർവീസ് ചെയ്യാനുള്ള ആളെ കിട്ടാഞ്ഞിട്ടായിരിക്കും. എന്തായാലും ഈ ഒരു ക്യാമറ നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കും വീണ്ടും ഇത് റിപ്പയർ ചെയ്ത് നന്നാക്കി എടുക്കുമ്പം നമുക്കൊരു മനസ്സിന് സന്തോഷമുള്ള കാര്യമാണ് വീണ്ടും ഇത് ഓണായി കാണുമ്പോൾ. ഇനി ലാസ്റ്റായിട്ട് റബ്ബറിൻ്റെ ഈ റിങ് പോലെയുള്ള ഈ ലെൻസിലുണ്ടായിരുന്ന ഈ ഒരു പോർഷൻ ഇതും കൂടി ഇടാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ പരിപാടിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാമറ തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഈ ഒരു ക്യാമറ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതായിരുന്നില്ല. റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കൊണ്ടുപോയി നോക്കിക്കോളാൻ പറയുന്നുണ്ട്. ആക്രി കടയിലേക്ക് നമുക്ക് ചുമ്മാ തന്നായിരുന്നു. അങ്ങനെ ഞാനിവിടെ കൊണ്ടുവന്നൊന്ന് ട്രൈ നോക്കി, ഓക്കെ ആയിട്ടുണ്ട് ക്യാമറ. അതുപോലെ ഈ ഒരു ക്യാമറ എടുത്ത ഫോട്ടോസും വീഡിയോസും സാമ്പിൾ കൂടി കാണിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ക്യാമറയിൽ എടുത്ത ഫോട്ടോസ്. 14 MB സെൻസറാണ്. ഫോട്ടോസിനൊന്നും വലിയൊരു ക്ലാരിറ്റി ഒന്നുമില്ല. പിന്നെ 2010, 2009 ആ ഒരു മോഡൽ ക്യാമറ ആയതുകൊണ്ട് പിന്നെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ ക്യാമറ ഞാൻ മേടിച്ച് ആക്രിക്കടയിൽ തന്നെ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അതിൻ്റെയും റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാം. അതുപോലെ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.